Hello my dear students, welcome back to Rans Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ് വന്നിരിക്കുന്നു എഡിറ്റിംഗിന്റെ ഇതുവരെ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ടൈപ്പ് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാർ ഇതിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എഡിറ്റിങ്ങിന്? ഫ്രേസൽ വെർബ് ടൈപ്പ് ഉണ്ട്, നമ്മളെ പിന്നെ കോൺകോഡ് ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ടെൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മളോട് ചെയ്യണം യു ഹാഡ് ബെറ്റർ, അങ്ങനത്തെ കുറച്ച് ക്ലോസുകളൊക്കെ അല്ലേ, അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ ഹിയർ വി ഗോ, നമുക്ക് പോവാം, ഓരോ ടൈപ്പിലൂടെയും കയറി പോവാം കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ ടൈപ്പ് പഠിക്കുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ അല്ലെ പ്രിപ്പോഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് റൂൾസും കൂടെ അതിന് കൂടുതൽ എന്ത് ചെയ്യും നമ്മൾ പഠിച്ചു വെക്കും. ഈ ടോട്ടൽ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏത് ടൈപ്പിൽ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ആവാൻ പറ്റും. റെഡി? Here we go. നോക്കാം നമുക്ക്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് അല്ലേ, തന്നിരിക്കുന്ന പാസേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കും, ഡിയർ സ്റ്റുഡൻസ് അല്ലേ, A natural club of our school are planning. A natural club of our school. സ്കൂൾ ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ആറ് വെക്കാൻ പറ്റൂല, എന്തേ വെക്കാൻ പറ്റുള്ളൂ പറ? ഈസ് പ്ലാനിങ്. റെഡി കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. സ്കൂൾ ഒന്നേ ഉള്ളൂ, അപ്പൊ ഒന്നാകുമ്പോ സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കണം? ഈസ്, വാസ്, ഡസ്, ഹാസ്. ഈസ്, വാസ്, ഡസ്, ഹാസ് ഇതൊക്കെ എന്തിലാ അവസാനിക്കുന്നത് പറ? എസ്സിൽ അവസാനിക്കുന്നതൊക്കെ സിംഗുലറിന്റെ കൊടുത്ത് പോകാനാണ് നമുക്കറിയാം അല്ലേ. എസ്സിൽ അവസാനിക്കുന്നതൊക്കെ എന്തിന്റെ കൊടുത്ത് പോകാനാണ്? സിംഗുലറിന്റെ കൊടുത്ത് പോകാനാണ്. അപ്പൊ നാച്ചുറൽ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഒന്നേ ഉള്ളൂ, സോ ഈസ് ആണ് വെക്കുക. പ്ലാനിങ് ടു കണ്ടക്ട് 2-day നാച്ചുറൽ ക്യാമ്പ്. ദോസ് ഹു വിഷസ് അല്ലേ, ദോസ് ഹു വിഷസ്. നോക്കുങ്ങള്, ദോസ് എന്ന് പറയുമ്പോ പ്ലൂരൽ അല്ലേ, ഒരുപാട് ആളുകളില്ലേ, പ്ലൂരൽ അല്ലേ, ഇത് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ, പ്ലൂരൽ ആണ്. ഹു ആരാണോ അവർ, പിന്നെ വിഷസ് വരൂല, ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോ വിഷല്ലേ വരുള്ളൂ അല്ലേ. സിംഗുലർ ആവുമ്പോഴല്ലേ നമ്മൾ എന്ത് വെക്കല്? സിംഗുലർ സബ്ജക്ട് വെക്കലേ. ഇവിടെ എന്താണ്? പ്ലൂരൽ ആണ്, ഒരുപാട് ആളുകളുണ്ട്. സോ എന്താ വെക്കുക? ദോസ് ഹു വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ആർ അല്ലേ. അപ്പൊ ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ ആർ അല്ലേ. റിക്വസ്റ്റ് ടു കോൺടാക്ട് ദ നാഷണൽ ക്ലബ് കൺവീനർ. റെഡി? അപ്പൊ രണ്ട് ആൻസർ ആണ്. നോക്കൂ നിങ്ങള്, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഇവിടെ ഏതാണ്? ഈസ് ആണ്, മറ്റൊന്ന് ഏതാണ് പറ? ഹു വിഷ് ആണ് ഉത്തരം വരുന്നത്. റെഡി അല്ലേ മക്കളെ? നെക്സ്റ്റ് ഒരു ടൈപ്പിലേക്ക് കയറാൻ നമുക്ക്. നോക്കൂ നിങ്ങള്, എന്റെ കൂടെ മെല്ലെ ചെയ്ത് ഇങ്ങനെ വായോട്ടോ. ഓരോ ടോപ്പിക് പഠിച്ചു. ഇവിടെ എന്താണ്? സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക, പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം എന്ന് പറയുന്ന കോൺകോഡിന്റെ ഒരു ബേസ് നിയമം ഇവിടെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നോക്കൂ നിങ്ങളെ, എഡിറ്റ് ദ പാസേജ്. We can undoubtedly promote more opportunities by women. We can see എഡിറ്റിംഗിന്റെ പാസേജ് ഒക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ 1-2 തവണ വായിച്ചു നോക്കണം കേട്ടോ. We can undoubtedly promote, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ഒരു ഡൗട്ടും കൂടാണ്ട്. മോർ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ബൈ വിമൻ ആണോ? സ്ത്രീകളാൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? സ്ത്രീകൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ. ബൈക്ക് പകരം എന്താ വെക്കുക പറ? ഫോർ വിമൻ അല്ലേ. ഫോർ വിമൻ, സ്ത്രീകൾക്ക്. ഓൺ ദ വർക്ക് പ്ലേസിൽ നമുക്ക് ഒരുപാട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എൻഷുർ, ഉറപ്പ് വരുത്താൻ പറ്റും. ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡസ് നോട്ട് ലോസ്. നിയമങ്ങൾ ഇവിടെ പ്ലൂരൽ അല്ലേ, അപ്പൊ പ്ലൂരൽ ആകുമ്പോ ഡസ് വെക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് പറ? ഡു നോട്ട് ആണ് ഉത്തരം. എന്താണ് വരിക? ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ എത്ര തെറ്റുണ്ടാവും പറ? 2 എറേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടാവില്ലേ, ആ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ 2 മാർക്കിന്റെ എഡിറ്റിംഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ആൻസർ എഴുതി വെക്കേണ്ടത് കേട്ടോ. നോക്കാം നമുക്ക്. ഉത്തരം ഏതാണ് പറ? ഒന്ന് 4 ആണ്, മറ്റൊന്ന് ഉത്തരം ഏതാണ് പറ? ഡു നോട്ട് ആണ് ഉത്തരം വന്നത് കേട്ടോ. തെറ്റരുത്. നമ്മൾ എഡിറ്റിംഗിന് എപ്പോഴും നേടുന്നോ 2 തവണ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ. അടുത്തൊരു മോഡൽ നോക്കിക്കോട്ടെ നിങ്ങൾ. കറക്റ്റ് ഫോളോയിങ് സെന്റൻസ്. 3/5 ഓഫ് ദി മണി ഹാവ് ഓൾറെഡി ബീൻ സെൻഡ് അല്ലേ. 3/5 ഓഫ് ദി മണി എന്ന് പറഞ്ഞാൽ തന്നെ പൈസയാണ്, അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ സാധിക്കൂല. എന്താണ് പറ? അൺകൗണ്ടബിൾ, എണ്ണാൻ സാധിക്കൂല. വെള്ളം എണ്ണാൻ സാധിക്കോ? ഇല്ല. വെള്ളം എണ്ണാൻ സാധിക്കോ? വെള്ളം എണ്ണാൻ സാധിക്കോ? ഇല്ല. അരി എണ്ണാൻ സാധിക്കോ? ഇല്ല. കാറ്റ് എണ്ണാൻ സാധിക്കോ? ഇല്ല. പൈസ അതുപോലെ തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൂല. എണ്ണാൻ പറ്റുമോ ചോദിച്ചാൽ എണ്ണാൻ പറ്റും, ബട്ട് നമ്മുടെ അടുത്തുള്ള നക്കാപ്പിച്ച ലോകത്തുള്ള മുഴുവൻ പൈസ എണ്ണാൻ പറ്റുമോ? ഇല്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അല്ലെ പൈസനെ എപ്പോഴും ഹൗ മച്ച് എന്നാ ചോദിക്കല്ലേ, ഹൗ മെനി ചോദിക്കൂല. എത്ര എണ്ണം എന്ന് ചോദിക്കൂല, എത്രത്തോളം എന്നാ ചോദിക്കുക, ഹൗ മച്ച് ആണ് ഉപയോഗിക്കുക. അപ്പൊ പൈസ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. സോ അത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാവ് വെക്കാൻ പറ്റൂല. എന്തേ വെക്കാൻ പറ്റുള്ളൂ? ഹാസ് ആണ് ഉപയോഗിക്കുക അല്ലെ. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. വാട്ടർ ഈസ് എന്നല്ലേ പറയാ?
അല്ലേ? വാട്ടർ ഈസ് എന്നല്ലേ പറയാ, വാട്ടർ ആർ എന്ന് പറയോ? ഇല്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതൊക്കെ എന്താണ് പറയാ, സിംഗുലർ ആണ്. സോ 3/5 of the money has already been sent എന്നാ പറയട്ടോ. 3/5 of the money has already been sent ട്ടോ. സി അടുത്ത് നോക്കിക്കോളൂ. Everyone at the supermarket അല്ലേ, where everyone each one everyone അല്ലെ, അങ്ങനെ എല്ലാ എന്ത് വണ്ണാണെങ്കിലും ഇംഗ്ലീഷിൽ 4 പടികളുണ്ട്, 4 വണ്ണുണ്ട്. ഏതൊക്കെയാണ് വടി അല്ലെ? ഏതൊക്കെയാ വടി പറ? എവ്രിബഡി, പിന്നെ സംബഡി, പിന്നെ ഏതാണ് മക്കളെ പറ? എനിബഡി, പിന്നെ ഏത് പടിയുള്ളത്? നോബഡി അല്ലെ, നോബഡി. ഇതുപോലെ തന്നെ എന്തുണ്ട്? 4 വണ്ണുകളുണ്ട്. ഏതൊക്കെയാണ് വണ്ണ്? എവ്രി വൺ, പിന്നെ സം വൺ, പിന്നെ എനി വൺ അല്ലെ, പിന്നെ ഏതാണ് പറ? നോ വൺ എന്ന് പറയുന്ന വണ്ണുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും എന്ന് പറഞ്ഞു കേച്ചാൽ പിന്നെ ശരിക്കും എന്താ വരിക പറ? എവ്രി വൺ അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. വേറല്ല വരിക പറ, വാസ് ആണ് വരിക അല്ലെ. ഒരാളാവുമ്പോ അതിനെന്താ വെക്കുക? സിംഗുലർ ആണ് ഉപയോഗിക്കുക, വാസ്. സ്റ്റോപ്പ്. എവ്രി വൺ പറയുമ്പോൾ ഒരുപാട് ആളുകളെ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ എന്താണ് പറ? സിംഗുലർ ആണ്. എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ. എവറിത്തിങ് അല്ലെ, എവറിത്തിങ് ഈസ് എന്നല്ലേ നമ്മൾ പറയാ, എവറിത്തിങ് ആർ എന്ന് പറയില്ലല്ലോ അല്ലെ. സംബഡി അല്ലെ, സംബഡി ഈസ് കമ്മിങ് എന്നാ പറയാ. നമുക്ക് സംബഡി വാസ് എന്നൊക്കെ വെക്കാൻ തോന്നും. നോ, സംബഡി പറ, സോറി, സംബഡി ആർ എന്നൊക്കെ വെക്കാൻ തോന്നും. തെറ്റാണ്. എങ്ങനെ പറയാ? സംബഡി ഈസ് കമ്മിങ് ആണ് കേട്ടോ ഉത്തരം. സോ ഇതിന് ശേഷം വരുന്ന വെർബുകളൊക്കെ എന്തായിരിക്കും പറ? സിംഗുലർ ആയിരിക്കും. എന്തായിരിക്കും പറ? സിംഗുലർ ആയിരിക്കും. റെഡി ട്ടോ. ഇവിടെ പഠിച്ചു കഴിഞ്ഞു ട്ടോ. അടുത്തത് ദ ടീം മാനേജർ അല്ലെ, ദ ടീം മാനേജർ along with the players അല്ലെ. along with നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കോഹസീവ് ഡിവൈസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവും. അതിൽ പെട്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ് അറിയോ? വിത്ത്, ഏതാണ് പറ? വിത്ത്, പിന്നെ along with, together with, ഏതാണ് പറ? together with, പിന്നെ ഏതാണ്? in addition to, ഒന്നുകൂടെ കേട്ടോളൂ കേട്ടോ. in addition to, പിന്നെ in addition to, in the company of, അതുപോലെ തന്നെ അക്കമ്പനീഡ് ബൈ, ഏതാണ് വരിക? അക്കമ്പനീഡ് ബൈ ട്ടോ, അക്കമ്പനീഡ് ബൈ. ഇതൊക്കെ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അക്കമ്പനീഡ് ബൈ, വെരി ഗുഡ്. നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഫോളോവ്ഡ് ബൈ, എന്താ പറയാ? ഫോളോവ്ഡ് ബൈ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഏതൊക്കെയാണ് പറയാ? വിത്ത്, together with, in addition to, along with, in the company of, accompanied by, followed by, rather than, besides, like, unlike എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സി ഇതിന്റെ കൂട്ടത്തിൽ 2 നൗണുകൾ ബന്ധപ്പെടുത്താണ്. ഏതൊക്കെയാണ്? ഒന്ന് ടീം മാനേജർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? പ്ലെയേഴ്സ് ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ ആരെടുക്കണം? ഒന്നാമത്തീനെ എടുക്കണം. ആരെടുക്കണം പറ? ഒന്നാമത്തെ ആളെ നമ്മൾ എടുക്കണം. ആരെടുക്കണം പറ? ഒന്നാമത്തെ ആൾ. അപ്പൊ ടീം മാനേജർ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ വെക്ക പറ? ദ ടീം മാനേജർ along with the players ഈസ് കമ്മിങ് ആണ് വരിക, അല്ലാണ്ടെന്നല്ല ആർ കമ്മിങ് അല്ല. ആർ കമ്മിങ് എന്താണ് പറ? തെറ്റാണ് കേട്ടോ. വേർഡുകൾ പഠിച്ചോളൂ. വിത്ത്, together with, along with, in addition to, in the company of അല്ലെ, followed by, accompanied by എന്നൊക്കെ വന്നാൽ നമ്മൾ അതിനെടുക്കുക പറ? ഒന്നാമത്താണ് എടുക്കുക കേട്ടോ. എന്നാൽ എയ്തർ നെയ്തർ എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. എയ്തർ ഓർ നെയ്തർ നോറൊക്കെ വരുമ്പോൾ ഏതെടുക്കുക? രണ്ടാമത്താണ് എടുക്കുക. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കോടെ ഉത്തരം ഏതാണ്? ഹാസ്. പിന്നെ ഇവിടെ ഉത്തരം പറ? വാസ്. ഇവിടെ ഉത്തരം വന്നത് പറ? ഈസ് ആണ് ഉത്തരം വന്നത്. റെഡി അല്ലേ മക്കളെ? നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. എഡിറ്റ് ദ പാസേജ് ഗിവൻ ബിലോ. അടിയിലുള്ള പാസേജ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ നിങ്ങൾ. It was 1983. 1983 ആയിരുന്നു. കഴിഞ്ഞു. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ലേ പിന്നെ വേണ്ടിയത്? കോമയാണോ? അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ്. അത് ഒരു എഡിറ്റിംഗ് ആട്ടോ, ഒരു എഡിറ്റിംഗ് ആണ്. നമ്മളെ പങ്ക്ച്വേഷൻ മാർക്ക് തെറ്റാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ശരിയാക്കി കൊടുക്കണം. ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പെല്ലിംഗ് എന്ത് തുടങ്ങണം പറ? ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങണം അല്ലേ? It was 1983. We live in Jakarta അല്ലെ. We live അല്ല, we, പിന്നെ live അല്ല, we lived അല്ലെ. താമസിച്ചു എന്നുള്ളതല്ലേ. We live in പകരം എന്താ വരിക പറ? We lived in Jakarta in lovely white colonial home on a street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit dash orphanage. ഏത് ഓർഫനേജ് ആണ് പറ? ഓർഫനേജ് വെക്കാൻ പറ്റുമോ? ഇല്ല. ഓ എന്ന് പറയുന്ന ശബ്ദത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം പറ? ആന് വെക്കണം. ഏതൊക്കെയാണ് പറ? ആൻ ആപ്പിള്, ആൻ ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളില്ലേ. ഏതൊക്കെയാണ് വരിക? ആന്ന് വന്നാലും, ആന്ന് വന്നാലും, ഈന്ന് വന്നാലും, ഈന്ന് വന്നാലും, ഊന്ന് വന്നാലും, ഊന്ന് വന്നാലും, ഓന്ന് വന്നാലും, ഓന്ന് വന്നാലും, അല്ലെങ്കിൽ ഔ എന്നൊക്കെ വന്നാലും നമ്മൾ എന്ത് വെക്കണം പറ? ആന് വെക്കണം. ഏതുപോലെ? ആൻ ആപ്പിൾ, ആൻ ഐസ്ക്രീം, ആൻ അംബ്രേല, ആൻ ഓറഞ്ച് ഇല്ലേ. ഇവിടെ എങ്ങനെ വരിക? ആൻ ഓർഫനേജ്,
ആൻ ഓൾഡ് മാന്. നോക്കൂ നിങ്ങള്, ഇതെന്താ വായിക്കുക? 1 റുപ്പി എന്നല്ല ഇത് വായിക്കുക, 1 റുപ്പി എന്നാ വായിക്കട്ടോ. ഇവിടെ ഞാൻ ഇവിടെ കേട്ടോ, എ ഉണ്ട് ആൻ ഉണ്ട്, എ ഉണ്ട് ആൻ ഉണ്ട്. നമ്മൾ ഉത്തരം എന്താ മക്കളെ വരിക? ആന് തെറ്റാണ്. കാര്യം എന്താണെന്ന് അറിയോ? ഇവിടെ എ ആണ് ഉത്തരം. കാര്യം ഇവിടെ സ്പെല്ലിംഗ് ഓ എന്നാണെങ്കിലും ശബ്ദം എങ്ങനെയാ വരിക? വാന്നാ വരിക. A1 എന്നാ പറയാ, A1 റുപ്പി അല്ലെ? അല്ലെങ്കിലോ A1 ഐഡ് മാന് എങ്ങനെ പറയാം? A1 ഐഡ് മാന് കേട്ടോ. ഒറ്റ കണ്ണൻ നില എങ്ങനെ പറയാം? A1 ആ ഉപയോഗിക്കട്ടോ. സൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക, സൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഒന്നുകൂടെ നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താ വായിക്കുക? അംബ്രേല. എന്താ വായിക്കുക? അംബ്രേല. അപ്പൊ ഒരു അംബ്രേല എന്ന് എങ്ങനെയാ പറയാ? ആൻ അംബ്രേല. ശബ്ദം എന്താ വന്നത്? ആന്ന് പറയുന്ന ശബ്ദമാണ് വന്നത്. ഇതെന്താ വായിക്കുക? UNIT. എന്താ വായിക്കുക? യൂണിറ്റ് അല്ലേ? ഇവിടെ എ ഉണ്ട് ആൻ ഉണ്ട്. ഉത്തരം എന്താ വരിക? എ യൂണിറ്റ് ആണ്. കാര്യം എന്താണ്? ശബ്ദം എന്താ വന്നത്? യാന്ന് പറയുന്ന ശബ്ദമാണ് വന്നത് അല്ലേ? അപ്പൊ നോക്കൂ നിങ്ങള്, ഈ എന്നൊക്കെ പറയുന്ന ശബ്ദമല്ലേ? ഓ ഔ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാവില്ലടാ, വൊവൽ സൗണ്ട് എന്ന് അതിന് പറയാം. അതിന് മുന്നിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ആനാണ്. എന്നാൽ കോൺസണന്റ് സൗണ്ട് ഇല്ലേ, നമ്മൾ കാക്ക കാക്കഞ്ഞ ചാച്ച് ചാച്ചഞ്ഞ ടാറ്റ ടാറ്റണ്ണ എന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന് മുന്നിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? എ ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഉത്തരം വരിക ആൻ ഓർഫനേജ് എന്നാ പറയാ കേട്ടോ. നോക്കിക്കോളൂ, ഇൻ ദ സിറ്റി. ഐ ഡു നോട്ട് റിമെമ്പർ ദ ഓർഫനേജ് ഹൗ ലുക്ക്ഡ്. ഐ ഡു നോട്ട് റിമെമ്പർ ദ ഓർഫനേജ് ഹൗ ലുക്ക്ഡ് എന്നോ ഇല്ല. ഇതിന്റെ ഒരു ഓർഡർ തെറ്റാണ്. എങ്ങനെ പറയാം? ഐ ഡു നോട്ട് റിമെമ്പർ ഹൗ ദ ഓർഫനേജ്. എങ്ങനെ പറയാ? ഹൗ ദ ഓർഫനേജ് ലുക്ക്ഡ് എന്നാ വരും കേട്ടോ. ഹൗ ദ ഓർഫനേജ് ലുക്ക്ഡ് എന്നാ വരിക കേട്ടോ. നോക്കാം നമുക്ക് ഉത്തരം. നോക്കൂ, ഒന്ന് ഫുൾ സ്റ്റോപ്പ് അല്ലേ? ദെൻ അടുത്ത് ലീവ്ഡ് എന്ന് പറയുന്നതാണ്. അടുത്ത ഏതാണ് പറ? ആൻ ഓർഫനേജ് ആണ്. അടുത്ത എന്താണ് പറ? ഐ ഡു നോട്ട് റിമെമ്പർ ഹൗ ദ ഓർഫനേജ് ലുക്ക്ഡ് എന്ന് പറയുന്ന ഓർഡർ ആണ് തെറ്റ്. 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ എത്ര എറേഴ്സ് ഉണ്ടാവും? 4 എറേഴ്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും എന്ത് ചെയ്യണം? ഒന്നും കൂടെ വായിച്ചു നോക്കണം എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന്നൊക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ നിങ്ങള്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെയ്തർ ദ ഷൂസ് നോർ ദ ബാഗ്. നെയ്തർ ദ ഷൂസ് നോർ ദ ബാഗ് മാച്ച് ദ ഡ്രസ്. ഇവിടെ മാച്ചിന്റെ ഒരു ഫോം ഉപയോഗിക്കാനാണ്. മാച്ച് ആണോ മാച്ചസ് ആണോ എന്ന് പറയുന്ന സാധനം നമ്മളോട് ഉപയോഗിക്കുന്നത്. മാച്ച് ആണോ മാച്ചസ് ആണോ എന്ന് പറയുന്ന 2 ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആരെടുക്കും എന്നുള്ള സിംഗിൾ വെക്കണോ പ്ലൂരിൽ വെക്കണോ എന്ന് അറിയേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കട്ടെ. നെയ്തർ ദ ഷൂസ് നോർ ദ ബാഗ്. നെയ്തർ നോർ വന്നാൽ രണ്ടാമത്തീനെ എടുക്കണം. ആരെടുക്കണം പറ? രണ്ടാമത്തീനെ. ഇവിടെ ഷൂസ് പ്ലൂരൽ അല്ലേ? 2ൽ കൂടുതലില്ലേ? 2ൽ കൂടുതലില്ലേ? ബാഗ് ആണെങ്കിൽ 1 അല്ലേ ഉള്ളൂ? സിംഗുലർ അല്ലേ? സിംഗുലർ ആകുമ്പോ നമുക്ക് ഇവിടെ മാച്ച് വെക്കാൻ പറ്റൂല. എന്താ ഉപയോഗിക്കുക പറ? മാച്ചസ് ആണ് കേട്ടോ. എന്താ ഉപയോഗിക്കുക? മാച്ചസ് ആണ്. ക്ലിയർ. അപ്പൊ ഏതൊക്കെ വന്നാലാണ് സാറ് നമ്മൾ രണ്ടാമത്തെ എടുക്കല്? അതിനുള്ള ഉത്തരം കേട്ടോളൂ. ഓർ എയ്തർ കുത്ത് കുത്ത് ഓർ എയ്തർ കുത്ത് കുത്ത് ഓർ നെയ്തർ 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 കുത്ത് കുത്ത് നോർ കേട്ടോ. ഇവിടെ എയ്തർ കുത്ത് കുത്ത് ഓർ നെയ്തർ കുത്ത് കുത്ത് നോർ. നോട്ട് ഓൺലി ഡാഷ് ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ഡാഷ് ബട്ട് ഓൾസോ അല്ലേ? ഇതൊക്കെ വന്നാൽ നമ്മൾ ആരെടുക്കണം എന്നാ പറഞ്ഞേ? രണ്ടാമത്തെ ആളെടുക്കണം. എത്രാമത്തെ ആളെടുക്കണം പറ? രണ്ടാമത്തെ ആൾ കേട്ടോ. ഇതിനൊക്കെ ശേഷം വരുന്ന ഈ രണ്ടാമത്തെ ആളെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നോക്കൂ, രണ്ടാമത്തെ ആള് നോക്കൂ. രാജു ഓർ ഹിസ് ഫ്രണ്ട്സ്. എങ്ങനെ പറയാം? രാജു ഓർ ഹിസ് ഫ്രണ്ട്സ്. ഓർ ഹിസ് ഫ്രണ്ട്സ് ഇവിടെ വരുന്നു കേട്ടാ. രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കമ്മിങ് ഡാഷ് കമ്മിങ്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. നമ്മൾ ആരെ എടുക്കേണ്ടത്? ഫ്രണ്ട്സിനല്ലേ എടുക്കേണ്ടത്. കാര്യം ഓറിന് ശേഷമുള്ള ആളല്ലേ എടുക്കേണ്ടത്. അപ്പൊ ഈസ് ആണോ ആറാണോ? ഈസ് തെറ്റാണ്. ഉത്തരം ഏതാണ് പറ? ആർ കമ്മിങ് ആണ് എന്ന്. ഇവിടെ നോക്കൂ, നെയ്തർ ദ ഷൂസ് നോർ ദ ബാഗ്. അപ്പൊ ബാഗ് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ മാച്ച് വെക്കാൻ പറ്റില്ല. ഉത്തരം ഏതാണ് പറ? മാച്ചസ് ആണ് എന്ന്. ഹിയർ വി ഗോ. അടുത്ത് നോക്കിക്കോളൂ. ദ ട്രൗസേഴ്സ് അല്ലേ? ദ ട്രൗസേഴ്സ്. ട്രൗസേഴ്സ്, സിസേഴ്സ്, പ്ലിയേഴ്സ്, അങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അല്ലേടാ. ആ ട്രൗസർ ഇങ്ങോട്ട് എടുത്താന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടോ. ഇതൊക്കെ രണ്ടായിട്ട് ഉപയോഗിക്കുക. സ്പെക്ക് എന്ന് പറയില്ല. എങ്ങനെ പറയാം? സ്പെക്സ് എന്നാ പറയാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടായിട്ട് ഉപയോഗിക്കുന്ന കുറെ ബൈനോക്കുലേഴ്സ് ഉണ്ട്. രണ്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഷൂസ് രണ്ടായിട്ട് ഉപയോഗിക്കുക. സോക്സ് രണ്ടായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഇതെല്ലാം ഈ രണ്ടായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. ഒന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു ഷൂ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, രണ്ടായിട്ട് ഉപയോഗിക്കണ്ടേ. അതുപോലെ തന്നെ ട്രൗസേഴ്സ് രണ്ടായിട്ടാണ് ഉപയോഗിക്കുക. രണ്ടായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും എന്താണ് പറ? പ്ലൂരൽ ആണ്. അപ്പൊ പിന്നെ നീഡ്സിന്റെ ആവശ്യമില്ല. ഉത്തരം ഏതാണ് പറ? നീഡ് തന്നെയാണ് ഉത്തരം. ഏതാ ഉത്തരം പറ? നീഡ് തന്നെയാണ് കേട്ടോ. നീഡ് ടു ബി അയേൺഡ് ആണ് ഉത്തരം. ക്ലിയർ.
ക്ലിയർ അല്ലേ മക്കളെ? ഞാൻ ഇത്രയും ഗ്രാമറോടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പറഞ്ഞ ഓരോ വേർഡുകൾ എന്ത് ചെയ്യണം, എന്റെ മക്കൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലേ, നോക്കൂ 2023 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കേട്ടോ. 2023 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. അതാ പറഞ്ഞ് എഡിറ്റിംഗിന്റെ ഒരുവിധ എല്ലാ മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നോക്കൂ നിങ്ങള്, ബ്രേക്ക് ഔട്ട്, പൊട്ടിത്തെറിക്കുക അല്ലെ. റൺ ഔട്ട് എന്നൊക്കെ വെച്ചാൽ എന്താണ് പറ, ഇല്ലാണ്ടാവുക. റൺ ഔട്ട് ആവുക എന്നൊക്കെ പറയില്ല നമ്മള് ക്രിക്കറ്റില് പറയാ. റൺ ഔട്ട് ആവുക, ആള് തോൽക്കുക, തോറ്റു തൊപ്പിയുടെ റൺ ഔട്ട് ആവുക, ഔട്ട് ആവുക എന്നൊക്കെ പറയല്ലേ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആവുക, ക്യാൻസൽ. കീപ്പ് അപ്പ് എന്നൊക്കെ വെച്ചാൽ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ. കീപ്പ് അപ്പ് എന്നൊക്കെ ഗുഡ് കണ്ടീഷൻ എന്നൊക്കെ പറയില്ലേ. നോക്കൂ നിങ്ങൾ ഓരോന്നും വായിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ബ്രേക്ക് ഔട്ട്, പൊട്ടിത്തെറിക്കുക. കോവിഡ് ബ്രേക്ക് ഔട്ട് ആയി, പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയില്ലേ. റൺ ഔട്ട്, ഇല്ലാണ്ടായി, തീർന്നു എന്നൊക്കെ പറയില്ലേ, ഇല്ലാണ്ടായി. പിന്നെ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കോൾ ഓഫ്, കോൾ നമ്മൾ വരുന്ന കോൾ ഓഫ് ആക്കിയാലേ ക്യാൻസൽ ആവില്ല, കോൾ ഓഫ് ക്യാൻസൽ. കീപ്പ് അപ്പ് എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ നമുക്ക് അറിയില്ലാന്ന് തന്നെ വെച്ചോ, ബാക്കിയുള്ള ഉത്തരങ്ങൾ ശരിയാക്കി വെച്ചാലും മതി കേട്ടോ. എ ഫ്രണ്ട് ഓഫ് മൈൻ, എന്റെ ഒരു സുഹൃത്ത് ഹാസ് ഹെർ വെഡിങ് കീപ്പപ്പ്. വെഡിങ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. തീർക്കാൻ പറ്റുമോ? പൊട്ടിത്തെറിക്കാൻ പറ്റുമോ? ഇല്ല. ക്യാൻസൽഡ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വന്ന് പറ, കോൾഡ് ഓഫ് ആണ് ഉത്തരം വന്ന് കേട്ടോ. എന്താ ഉത്തരം വന്ന് പറ, കോൾഡ് ഓഫ്. ക്ലിയർ, കോൾഡ് ഓഫ്. അടുത്ത് നോക്കിക്കോളൂ, യുവർ വെബ്സൈറ്റ് ഹാസ് ഹെൽപ്ഡ് മീ. അപ്പൊ കോൾഡ് ഓഫ് പറഞ്ഞ സാധനം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത് ബാക്കി 3 ഓപ്ഷൻ നമുക്കുള്ളൂ. യുവർ വെബ്സൈറ്റ് ഹാസ് ഹെൽപ്ഡ് മീ, നിന്റെ വെബ്സൈറ്റ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ലോട്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ടു ഡാഷ് ഗുഡ് വർക്ക്. കണ്ട, ടു തീർക്കാനല്ലല്ലോ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്, പൊട്ടിത്തെറിക്കാനുള്ള നല്ല വർക്ക് എന്താണ് പറ, കീപ്പപ്പ്, സൂക്ഷിക്കാനല്ലേ. അപ്പൊ കീപ്പപ്പ് അല്ലെ, കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ നിങ്ങള്, ഡോണ്ട് സ്മോക്ക് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിൽ എന്ത് ചെയ്യരുത്, സിഗരറ്റ് വലിക്കരുത്. ഫയേഴ്സ് അല്ലെ, ചിലപ്പോ തീ എന്ത് ചെയ്യുന്ന ഈസിലി അറ്റ് ടൈം ഓഫ് ദി ഇയർ. ഈ കൊല്ലൊക്കെ എന്താണ്, ഈ സമയത്തൊക്കെ തീ പെട്ടെന്ന് പറന്ന് പിടിക്കാനുള്ള, ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യത എന്താണ് പറ, വളരെ കൂടുതലാണ്. ഉത്തരം ഏതാണ് പറ, ബ്രേക്ക് ഔട്ട് ആണ് ഉത്തരം. ഏതാണ് പറ, ബ്രേക്ക് ഔട്ട് ആണ്. ഇനി നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, റൺ ഔട്ട്. അത് നോക്കൂ നിങ്ങള്, ഐ ആം അഫ്രൈഡ്, പേടിയായിട്ടുണ്ട്. വി ഹാവ് അല്ലെ, റൺ ഔട്ട്, ആകെ തീർന്നിട്ടുണ്ട് അല്ലെ, റൺ ഔട്ട് ആയിട്ടുണ്ട്. ഓഫ് ആപ്പിൾ ജ്യൂസ് ഇല്ലാണ്ടായിക്കണ്. വിൽ ആൻ ഓറഞ്ച് ജ്യൂസ് ഡു അല്ലെ, ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്താ പോരെ അല്ലെ എന്ന് ചോദിക്കുന്നുണ്ട്. സി, അപ്പോൾ റൺ ഔട്ട് ആണ് ഉത്തരം വന്നതെന്ന്. ക്ലിയർ അല്ലേ മക്കളെ? ആൻസർ തങ്ങനെ കോൾഡ് ഓഫ്, കീപ്പ് അപ്പ്, ബ്രേക്ക് ഔട്ട്, റൺ ഔട്ട്. ഒരു തവണ വായിച്ചു നോക്കുക. ഫ്രേസൽ വെർബ് എപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫ്രേസൽ വെർബിന്റെ മേളിൽ എന്ത് ചെയ്യണം, അതിന്റെ അർത്ഥം എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. അടുത്തത്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് വിത്ത് കറക്റ്റ് ടെൻസ് ഫോം ആട്ടോ. ടെൻസ് ഒക്കെ വെച്ചാൽ 4 ടെൻസ് ഉണ്ട് നമുക്ക്. 3 ടെൻസിന്റെ ഏതൊക്കെയുണ്ട്, പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് ടെൻസാ നമുക്ക് ആദ്യം ഒന്ന് ഐഡിയ കിട്ടണം. ഐ ഡാഷ് അറൌണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ, ആ ഉച്ചക്ക് മുന്നേ. അപ്പൊ ആ ഉച്ചക്ക് മുന്നേ പറയുമ്പോൾ ഇത് കഴിഞ്ഞതാണ് മനസ്സിലായി, ഇത് പാസ്റ്റ് ആന്ന് മനസ്സിലായി അല്ലേ. ആ ഉച്ചക്ക് മുന്നേ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആന്ന് മനസ്സിലായില്ലേ. With children, how life dash, each one of them had access to opportunities that I would feel the greatest potential എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഐ വാക്ക് എന്ന് പറയുന്ന സാധനം എന്തായി പറ, ഐ വാക്ക്ഡ് അറൌണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ അല്ലെ. ആ ഒരു ആഫ്റ്റർനൂണിന് ആ ചുറ്റും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നടന്നു. സ്പീക്കിംഗ് വിത്ത് അല്ലെ, എങ്ങനെ പറയാ, എങ്ങനെയാണ് നടന്നത് പറ, സ്പീക്കിംഗ്, സംസാരിച്ചു കൊണ്ടാണ് നടന്നത് അല്ലെ. വിത്ത് ചിൽഡ്രൻ അല്ലെ, വിത്ത് ചിൽഡ്രൻ, കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നടന്നത്. നോക്കൂ നിങ്ങള്, അത്ഭുതപ്പെട്ടുകൊണ്ട്. എങ്ങനെയാണ് അത്ഭുതപ്പെട്ടുകൊണ്ട്, വണ്ടർ അല്ല പറ, വണ്ടറിങ്. എങ്ങനെ പറയാ, വണ്ടറിങ്. ക്ലിയർ, വണ്ടറിങ്, അത്ഭുതപ്പെട്ടുകൊണ്ട്. ഹൗ ലൈഫ് ഡാഷ് ബി. അപ്പൊ ഇത് പാസ്റ്റ് അല്ലേ, അപ്പൊ വിൽ ബി വെക്കാൻ പറ്റുമോ? ഇല്ല. എന്താ വെക്കുക, വില്ലിന്റെ പാസ്റ്റ് എന്താ വെക്കുക മക്കളെ, വുഡ് അല്ലേ. ഇത് പാസ്റ്റ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ വില്ലിന്റെ പാസ്റ്റ് എന്താണ് പറ, വുഡ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഉത്തരം എന്താണ് പറ, ഐ വാക്ക്ഡ് അറൌണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ വണ്ടറിങ് ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെന്റ് ഇഫ് ഈച്ച് വൺ ഓഫ് us എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കണ്ടില്ലേ നിങ്ങള് മക്കളെ? ചെയ്ത് നോക്കുക. നമ്മളിത് വായിച്ചു നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒന്ന് ചെയ്ത് നോക്കാൻ കേട്ടോ. കൂടെ ഇങ്ങനെ നിൽക്കുക. നെക്സ്റ്റ് നോക്കിക്കോളൂ, പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ഗിവൻ ഇൻ ദ ബോക്സ് അല്ലേ. ഫോർ പറഞ്ഞ വേണ്ടി, നമുക്ക് അർത്ഥം അറിയാൻ പറ്റും. ഫോർ പറഞ്ഞ അർത്ഥം എന്താ പറ, വേണ്ടി. ഇന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഉള്ളിൽ എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ഇതിന്റെ അർത്ഥം തന്നെ പറ, ഉള്ളിൽ അല്ലേ. ടു എന്ന് പറയുമ്പോൾ ലേക്ക് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ലേക്ക്, ടു പ്ലേ, കളിക്കാൻ എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ടു അടുത്ത് ഓഫ് പറഞ്ഞ എന്റെ യുടെയുള്ള എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. എന്റെ യുടെയുള്ള അർത്ഥം നമുക്ക് അറിയാൻ പറ്റും. നൗ ആഫ്റ്റർ സീരീസ് ഡാഷ് എലിമിനേഷൻ, സീരീസ് ഓഫ് അല്ലേ
അല്ലെ സീരീസ് ഓഫ് എലിമിനേഷൻസ് ബൗട്ട്സ് അല്ലെ സീരീസ് ഓഫ് എലിമിനേഷൻ ഒറ്റയടിക്ക് തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെ എന്തിനാണ് എലിമിനേഷന്റെ എന്ന് പറയണ്ടേ എലിമിനേഷന്റെ സീരീസ് അല്ലെ ബൗട്ട്സ് ദേ ഹാഡ് ബീൻ ഇൻഫോർമഡ് ദാറ്റ് there were dash അവിടെ അറിയില്ലാന്ന് കൂട്ടിക്കണ്ട there were easy ആണ് there were dash each other in the division finals were scheduled for the scheduled for the 7th of August 2 weeks away the winner to represent the boys club of but off sorry ബോയ്സ് ക്ലബ് 7th of August 2 weeks away the winner to represent the boys club in the Golden Gloves Championship. ഇത് നമ്മൾ ആ ചാപ്റ്റർ വായിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് കിട്ടും. ഇവിടെ എന്താണ് പറ ടു മീറ്റ് ആണല്ലേ ടു മീറ്റ് ഈച്ച് അതർ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ് കണ്ടുമുട്ടാൻ വേണ്ടി പോകണം. നോക്കൂ നിങ്ങൾ now after a series of elimination bouts നമുക്ക് അറിയാൻ പറ്റും ഏത് ചാപ്റ്ററാ അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ അമിഗോ ബ്രദേഴ്സ് എല്ലാവരുടെ ഫൈറ്റിലായിരുന്ന അപ്പൊ ആ ചാപ്റ്റർ വായിച്ചതിന് ഉത്തരം കിട്ടുട്ടോ. Now after a series of elimination bouts they had been informed that they were to meet each other in the division finals അല്ലെ അവർ കാണേണ്ട ഡിവിഷൻ ഫൈനൽസിലെ schedules for the 7th of August 2 weeks away of the winner to represent the boys clubs in the Golden Glove അല്ലെ in the Golden Glove Championship tournament എന്ന് പറയുന്നുണ്ട്. സി ഉത്തരം ഇവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ആൻസർ. ക്ലിയർ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇമാജിൻ ദാറ്റ് യു ആർ ദ ഡെന്റൽ ഡോക്ടർ ഇൻ ദ പോം this is going to hurt just a little bit എന്ന് പറയുന്നത്. someone comes to you seeking treatment നിങ്ങളാണ് ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഡോക്ടർ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ട്രീറ്റ്മെന്റിന് വരികയാണ്. റൈറ്റ് 2 pieces of advice you would make after the treatment. നിങ്ങൾ ട്രീറ്റ്മെന്റിന് ശേഷം 2 ഉപദേശം അയാൾക്ക് കൊടുക്കണം. നിങ്ങൾ യു ക്യാൻ യൂസ് ദിസ് ഫോളോയിങ് എക്സ്പ്രഷൻസ്. യു ഷുഡ് നിങ്ങൾ അത് ചെയ്യണം. യു ഷുഡ് അല്ലെ അതിന് ശേഷം V1 ഉപയോഗിക്കണം. യു ഹാഡ് ബെറ്റർ അതിന് ശേഷം ഉപയോഗിക്കണം V1 ഫോം ഉപയോഗിക്കണം. നിങ്ങൾക്ക് എന്തോ എഴുതി വെക്കാൻ പറ്റൂടാ അല്ലെ. ഫോർ എക്സാമ്പിൾ യു ഷുഡ് നിങ്ങൾ എന്ത് ചെയ്യണം യു ഷുഡ് അവോയ്ഡ് നിങ്ങൾ ഒഴിവാക്കണം എന്ത് ഹോട്ട് വാട്ടർ അല്ലെ ഹോട്ട് വാട്ടർ ഒഴിവാക്കണം. യു ഷുഡ് ഡ്രിങ്ക് കൂൾ വാട്ടർ നിങ്ങൾ എന്ത് ചെയ്യണം തണുത്ത വെള്ളം കുടിക്കണം അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. എന്തും കൊടുക്കാതെ നോക്കൂ നിങ്ങൾ. യു ഷുഡ് ക്ലീൻ യുവർ ടീത്ത് ട്വൈസ് എ ഡേ ഒരു ദിവസം 2 വട്ടം പല്ല് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. അടുത്തോ യു ഹാഡ് ബെറ്റർ വാഷ് യുവർ മൗത്ത് ആഫ്റ്റർ ദി മീൽ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ അറിയോ ഭക്ഷണത്തിന് ശേഷം എന്താണ് പറ വായ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എന്ത് സജഷൻ വേണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുത്താൽ 2 മാർക്ക് നമുക്ക് ഉറപ്പാണ്. 2 മാർക്കിന്റെ പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾ ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. യു ആർ എ കൊളീഗ് ഓഫ് ദി ടീച്ചർ ഇൻ ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റിലുള്ള ആ ടീച്ചർ ഉണ്ടാവില്ലേ ആ ടീച്ചർ ഫ്രണ്ട് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. ദ ടീച്ചർ ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ത്രെറ്റൻഡ് ബൈ ദ ബോയ്. ഈ ടീച്ചറിനെ ഈ കുട്ടിയെ കിടന്ന് ഭീഷണിപ്പെടുത്തലാണ് ഏത് സമയത്തും. ഹി ഷെയർസ് ഹിസ് വറീസ് ആൻഡ് റിക്വസ്റ്റ് ഫോർ യുവർ അഡ്വൈസ്. ആ സാറ് വന്നാണ് നമ്മളോട് എന്ത് ചെയ്യാണ് നമ്മളുടെ ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് മൂപ്പര് ടെൻഷനൊക്കെ നമ്മളോട് പറയണം. ആ കുട്ടിയുടെ ഒരു ചെളുക്ക സ്വഭാവമാണ് അല്ലേ എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് നമ്മളോട് കാര്യം പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ 4 ഉപദേശം കൊടുക്കാനാണ്. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും യു ഹാഡ് ബെറ്റർ അനക്ക് ഏറ്റവും നല്ലത് സ്കിപ്പ് ദ ജോബ് അല്ലെ ആ ജോബ് കൊണ്ട് ഒഴിവാക്കിക്കാളെ എന്നിട്ടോ വൈ ഡോണ്ട് യു സ്റ്റേ ദർ എന്തിനാ അവിടെ നിൽക്കണേ അല്ലെ. ഇതിനൊക്കെ ശേഷം V1 ഉപയോഗിക്കുക എന്നുള്ള കേട്ടോ. വൈ ഡോണ്ട് യു സ്റ്റേ ദർ ഇനി എന്തിനാ അവിടെ നിൽക്കണേ. അടുത്തത് if I were you നമ്മൾ if ക്ലോസ് പഠിച്ചിട്ടുണ്ട്. if ക്ലോസ് കേട്ടിട്ടില്ലേ. if I were you എങ്ങനെ പറയാ if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ആണെങ്കിൽ if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 അതായത് ഇവിടെ വേറെന്ന് പറയുന്ന അല്ലടാ വേറല്ലേ വേറെ V2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെന്താ വരിക വുഡ് ആണ് വരിക. സബ്ജക്റ്റ് പ്ലസ് വുഡോ അല്ലെങ്കിൽ ഷുഡോ കുഡോ മൈറ്റോ അല്ലെ. വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക അല്ലെ. ഇഫ് ഐ വേർ യു ഞാനായിരുന്നു നീ ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് സ്കിപ്പ് ദ ജോബ് ഞാൻ ഈ ജോബ് എന്തായിരുന്നു പറ സ്കിപ്പ് ചെയ്യുന്നു. എന്ത് എഴുതിച്ചാലും ശരിയാട്ടോ. ഐ വുഡ് അഡ്വൈസ് യു ഞാൻ എന്നോട് പറയാണ് ടു സ്കിപ്പ് ദ ജോബ് അല്ലെ. അപ്പൊ ഈ അഡ്വൈസിന് ശേഷം 2 ഉപയോഗിക്കണം എന്നുള്ള കേട്ടോ. അഡ്വൈസ് മാനേജ് അതിനൊക്കെ ശേഷം എന്ത് ഉപയോഗിക്കണം പറ 2 ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ നേരെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നോക്കാം. യു ഹാഡ് ബെറ്റർ എനിക്ക് ഏറ്റവും നല്ലത് ലിസൺ ടു ഹിം ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് തുടക്കം മുതലേ ആ ചെക്കനെ കേട്ടാൽ മതിയായിരുന്നു എന്ന്. അത് നോക്കിക്കോളൂ. വൈ ഡോണ്ട് യു ഗീവ് ഹിം സം മണി എനിക്ക് എന്തുകൊണ്ട് കുറച്ച് പൈസ എനിക്ക് കൊടുത്തുകൂടെയിരുന്നു.
എന്ത് എഴുതിച്ചാലും ശരിയാട്ടോ. ഇഫ് ഐ വേർ യു ഐ വുഡ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. ഞാന് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് സ്റ്റോപ്പ്, ഞാൻ നിർത്തുമായിരുന്നു എന്ത് വേസ്റ്റിംഗ് ടൈം, സമയം വെറുതെ അവിടെ ചെലവഴിക്കുന്നത്. അടുത്ത നോക്കിക്കോളൂ, ഐ വുഡ് അഡ്വൈസ് യു, അതിന് ശേഷം എന്ത് ഉപയോഗിക്കണം, ടു ഉപയോഗിക്കണം, ടു ഗെറ്റ് ദിസ് ജോബ് അറ്റ് ദിസ് ഏർലിയസ്റ്റ് അല്ലേ. ഏറ്റവും ബെറ്റർ ആയിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, ഈ ജോബ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപദേശിക്കുമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എഡിറ്റിംഗിന്റെ ഈ പോർഷൻ ഞാൻ നിർത്തുകയാണ്. എന്റെ കുട്ടികൾക്ക് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.